മുഖമൊക്കെ കാണുമ്പോൾ എന്തടാ ഇവ ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കും. പക്ഷേ രാവിലെ തന്നെ മാച്ച് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഉറക്കണിട്ട് പല്ല് തേച്ച് ഒരു ചായ കുടിച്ച് നേരെ വന്നിരുന്നതാണ്. ആ ചായയുടെ എഫക്റ്റ് പോലും കിക്കായിട്ടില്ല. അതിന് മുമ്പ് തന്നെ വീഡിയോ ചെയ്യാണ്. സോ അതുകൊണ്ടായിരിക്കും മുഖം ഇങ്ങനെ. ഒന്നും വിചാരിക്കേണ്ട. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടത് കാരണം ഐ ആം എൻ്റർടൈൻഡ്. ആ മാച്ചിൽ യുണൈറ്റഡ് ഡോമിനേറ്റഡ് ദ മാച്ച് ഉള്ള കാര്യമാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വി ഡോമിനേറ്റഡ് ആസ്റ്റൺ വില്ല. ചില ആൾക്കാർ വന്നിട്ട് പറയും ആസ്റ്റൺ വില്ല ജയിച്ചേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റേ, അതൊക്കെ ശരിയാണ്. സിറ്റി പൊട്ടി, ആഴ്സണൽ പൊട്ടി, സ്പേഴ്സ് പൊട്ടി, എല്ലാ ടീമും ആസ്റ്റൺ വില്ല ഗ്രൗണ്ടിൽ പോയിട്ട് പൊട്ടിയിട്ടുണ്ട്. സോ ദേ ആർ എ ടൈറ്റിൽ കണ്ടൻറ്റിങ് ടീം, അല്ലെങ്കിൽ ടൈറ്റിൽ ചാലഞ്ചിങ് ടീം എന്ന് ഞാൻ പറയും. സോ നിങ്ങൾ ആഴ്സണൽ ഫാൻ ആണെങ്കിലും സിറ്റി ഫാൻ ആണെങ്കിലും സ്പേഴ്സ് ഫാൻ ആണെങ്കിലും നിങ്ങൾ വന്ന് കളിയാക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ എന്ത് തേങ്ങയാണ് ആസ്റ്റൺ വില്ല ഗ്രൗണ്ടിൽ പോയിട്ട് ചെയ്തതെന്നുള്ളത്. ഐ എം ടെല്ലിങ് യു ദിസ്, യുണൈറ്റഡ് പ്ലേഡ് ബെറ്റർ ദാൻ ആഴ്സണൽ, സിറ്റി ആൻഡ് സ്പേഴ്സ് കമ്പൈൻഡ് അഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല. എടുത്ത് പറയും. നിങ്ങളുടെ കമൻസ് വേണമെങ്കിൽ താഴെ എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. പക്ഷേ ഞാൻ എടുത്ത് പറയും, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇത്രയും ഡിപ്ലീറ്റഡ് സ്ക്വാഡ്, അതായത് നമുക്ക് നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് ഒക്കെ പോയ സ്ക്വാഡിനെ വെച്ചുകൊണ്ട്, ഒരു ടീമിനെ വെച്ചുകൊണ്ട്, വിത്ത് യങ്സ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് വി പ്ലേഡ് ബെറ്റർ ദൻ ആസ്റ്റൺ വില്ല. സോ എൻ്റെ മാച്ച് റിയാക്ഷൻ ഇതാണ്. ഞാൻ സാഡല്ല, എസ്പെഷ്യലി പോയിന്റ്സ് കിട്ടാത്തതിൽ സാഡാണ്. പക്ഷേ ആസ് എ യുണൈറ്റഡ് ഫാൻ, ഒരു ജനറൽ ഫുട്ബോൾ ഫാൻ എന്ന രീതിക്ക് ഐ എം നോട്ട് സാഡ്, ഐ എം എൻ്റർടൈൻഡ്. കാരണം ഒരു എക്സ്പെക്ടേഷനും വെക്കാതെ കണ്ടൊരു മാച്ചാണ്. ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഹാഫിൽ വാസ് വെരി പുവർ. ആസ്റ്റൺ വില്ല ഗ്രൗണ്ട് ഇത്രയും സൈലൻ്റ് ആയിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നത്, അല്ലെങ്കിൽ കുറേ മാച്ചസിന് ശേഷം കാണുന്നത്. ഉണൈ എമറി വാസ് റിയലി ഫ്രസ്ട്രേറ്റഡ്. അവർക്ക് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡ് ഷുഡ് ഹാവ് ആക്ച്വലി വൺ ദ മാച്ച്. കുഞ്ഞ ആ സെക്കൻഡ് ഹാഫിൽ ആ ഹെഡർ ചാൻസ് ഗോൾ ആക്കുമായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഡിഫറെൻറ്റ് മാച്ച് ഓൾ ടുഗെദർ. ദ സ്കോർ ലൈൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. 2-1, 3-1. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ 2-1, 3-1 ആണ്. അഗൈൻ മോർഗൻ റോജേഴ്സ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഹി വാസ് ദ കീ പ്ലെയർ. നിങ്ങൾ മാച്ച് പ്രിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്തു, അതിലെന്തൊക്കെ ഇതിൽ സംഭവിച്ചു എന്നുള്ളത്. യോറോൻ്റെ മിസ്റ്റേക്സ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ യോറോൻ്റെ മിസ്റ്റേക്സ് മാത്രമേ ഞാൻ പറയുന്നില്ല, സെൻറ്റർ ബാക്സിൻ്റെ മിസ്റ്റേക്സ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. യങ് സെൻറ്റർ ബാക്സ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമ്മൾ കളിച്ച ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഇമ്പോർട്ടൻസ്. ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ലൈക്ക് എ ടൂത്ത്ലെസ് ടൈഗർ, അല്ലെങ്കിൽ ടൂത്ത്ലെസ് ലയൺ. പല്ല് കൊഴിഞ്ഞ സിംഹം പോലെയാണ് ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ശരിയാണ്, ചില ടാക്ടിക്കോസ് വന്നിട്ട് പറയും നമ്മൾ പാസ് മൂവ് ചെയ്തു, നമ്മൾ ഇങ്ങനെ പന്ത് മൂവ് ചെയ്തു, നമ്മൾ അങ്ങനെ പന്ത് മൂവ് ചെയ്തു, നമ്മൾ കുറേ ബോൾ വെച്ചു കയ്യിൽ, മാർട്ടസ് വന്നിട്ട് നന്നായി കളിച്ചു, ഒക്കെ ശരിയാണ്. ബട്ട് വിത്തൗട്ട് ബ്രൂണോ ആ ഒരു കട്ടിംഗ് എഡ്ജ് നമുക്ക് ടീമിലില്ല, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് നമുക്ക് ടീമിൽ കാണാൻ പറ്റുന്നില്ല. സോ മാർട്ടിനസ് റിയലി പ്ലേഡ് വെൽ ഉള്ള കാര്യം പറയാം. മാർട്ടിനസ് സത്യം പറഞ്ഞാൽ ഐ വാസ് സർപ്രൈസ്ഡ്. മാർട്ടിനസും മിഡ്ഫീൽഡിൽ വന്നിട്ട് അങ്ങനെ കളിച്ചത് ശരിക്കും നന്നായി കളിച്ചിട്ടുണ്ട് മാർട്ടിനസ്. ഹി വാസ് ഹോൾഡിംഗ് ദ ബോൾ, ഹി വാസ് ക്യാരിങ് ദ ബോൾ, ഹി വാസ് പാസിംഗ് ത്രൂ ദ ലെയിൻസ്. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ബ്രൂണോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിൽ ലിസാൻഡ്രോ മാർട്ടിനസിന് മാത്രമാണ് മര്യാദയ്ക്ക് കട്ടിംഗ് എഡ്ജ് പാസസ് അല്ലെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാൻ അറിയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. മാർട്ടിനസ് റിയലി പ്ലേഡ് വെൽ. മേ ബി നെക്സ്റ്റ് മാച്ച് മുതൽ നമുക്ക് മാർട്ടിനസിന് മിഡ്ഫീൽഡിൽ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പെർഫോമൻസ്, എസ്പെഷ്യലി ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ആസ്റ്റൺ വില്ല ടീമിനെതിരെ. കോബി മെനോൻ്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. അത് കോബി മെനോൻ്റെ ബ്രദർ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. സോ അതോടെ നിൽക്കട്ടെ. നമുക്ക് മെയിനായിട്ട് മിസ്സായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ്, നമുക്ക് അറിയാൻ പറ്റാം. അത് ഈ കളി കണ്ട ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ട് അമാദ് ആൻഡ് എംബൂമ വാസ് റിയലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. കാരണം ഞാൻ എടുത്തു പറയുന്നു, അമാദ്, എംബൂമ, മസ്റാവി, കസമീറോ, മഗ്വറോ, ഡിലീറ്റ് ഈ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ വിൻ ദ മാച്ച്. 100% വി വിൽ വിൻ ദ മാച്ച്. കാരണം ഇവരൊക്കെ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ഇവർ വിത്ത് ആ ഒരു പ്ലേയേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വി വിൻ ദ മാച്ച്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ മോർഗൻ റോജേഴ്സിൻ്റെ ഗോൾ ഒന്നും പറയാനുള്ള അന്യായ ഗോളാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ ഗോൾ യോറോൻ്റെ മിസ്റ്റേക്കാണ്. യോറോ ഷുഡ് ഹാവ് ക്ലോസ്ഡ് ഹിം ഡൗൺ, പക്ഷേ ചെയ്തില്ല. അവൻ അടിച്ച ഗോൾ അടിപൊളി ഗോളാണ്. ലാമൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടിച്ച ഗോളും ലക്കും കുക്കൊന്നുമല്ല. നമ്മൾ അടിച്ച ഗോൾ ഹൈ ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് പന്ത് വിൻ ചെയ്ത് അടിച്ച ഗോളാണ്. സോ അതിൽ ലക്കൊന്നും പറയണ്ട. എല്ലാ ടീമുകൾക്ക് തന്നെ അടിക്കാറ്. അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ നന്നായിട്ടുണ്ട് എന്നുകൊണ്ട് എടുത്ത് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ലക്കാണ് കുക്കാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. കുഞ്ഞി അടിച്ച ഗോൾ ഡോർഗുവിന് ക്രെഡിറ്റ് കൊടുക്കണം. കാരണം ഡോർഗു അത്രയും ഹൈ ആയിട്ട് ഇൻറ്റൻസിലി പ്രസ് ചെയ്തുകൊണ്ട് വിൻ ചെയ്ത ബോളാണ്. മാർട്ടിനസിനെ പോലെ, മാർട്ടിനസിനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർക്കെതിരെ ആ ഒരു ആംഗിളിൽ നിന്ന് ഗോൾ അടിക്കണമെങ്കിൽ കഴിവ് വേണം. അത് കഴിവുള്ള ഒരാൾക്ക് തന്നെ അടിക്കാനും പറ്റുള്ളൂ. അത് മത്തേസ് കുനിയയ്ക്ക് ഉണ്ടെന്നാണ് നമുക്ക് ഇന്നലെ കാണിച്ചു തന്നത്. എംബൂമോൻ്റെ മിസ്സിങ്, അതായത് എംബൂമോനെ നമ്മൾ മിസ് ചെയ്യുകയാണ്. ആ മിസ്സിങ് ചെയ്തൊരു സിനാരിയോയിൽ കുന്യ വിൽ ബി ദ ഗോൾ സ്കോറിംഗ് ലീഡർ ഈ ടീമിൽ. സോ കുനിയ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. കഴിഞ്ഞ രണ്ട് കളിയിൽ ഇപ്പോൾ 2 ഗോൾ അടിച്ചു കഴിഞ്ഞു കുനിയ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും കുനിയ ആയിരിക്കും നമ്മുടെ ഗോൾ സ്കോറിംഗ്
ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് ആളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുനിയായിരിക്കും. സെസ്കോ ഹാസ് ടു ഇംപ്രൂവ്. പക്ഷേ സെസ്കോ എൻ്റെ അഭിപ്രായത്തിൽ സെസ്കോ റിയലി പ്ലേഡ് വെൽ. ശരിയാണ്, അവിടെ ഇവിടെ ചിലർ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഹീസ് എ യങ് പ്ലെയർ. പക്ഷേ ഞാൻ കാണുന്ന ഒരു സ്ട്രൈക്കേഴ്സിന് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിന് ഡേഞ്ചർ ഏരിയാസിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ട്രൈറ്റ്. കാരണം അങ്ങനത്തെ ഒരു ട്രൈറ്റ് നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവമാണ്. സോ സെസ്കോ ഈസ് ആക്ച്വലി മൂവിങ്. സെസ്കോൻ്റെ റണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സെസ്കോ ആ ഡേഞ്ചർ സ്പേസിലോട്ട് കയറുന്നുണ്ട്. പക്ഷേ ആ എൻ പ്രൊഡക്റ്റ് മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അതും കൂടി അവൻ കിട്ടിക്കഴിഞ്ഞാൽ ഹീൽ സ്കോർ ഗോൾസ്. സോ ഇതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ. അധികം നീട്ടി വലിക്കുന്നില്ല. യുണൈറ്റഡ് ഷുഡ് ഹാവ് വൺ ദ മാച്ച്. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഷുഡ് ഹാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ വി പ്ലേഡ് റിയലി വെൽ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആസ്റ്റൺ വില്ല ഹി ഈസ് ഹൈ ഫ്ലൈയിങ് ടീം. 10 ഗെയിം അടുപ്പിച്ച് ജയിച്ചിരിക്കുന്ന ആസ്റ്റൺ വില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഈസി ഗെയിമൊന്നും അല്ല. ഈ പറയുന്ന റൈവൽ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആർസണൽ ഫാൻ ആവാം, ടോട്ടനം ആവാം, സിറ്റി ആവാം, ആരും ആവാം, നിങ്ങൾ ആസ്റ്റൺ വില്ലയ്ക്ക് ഇതിൽ എന്ത് ചെയ്തു? അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ യുണൈറ്റഡ് ജയിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ദിസ് ഇസ് എ വെരി ടഫ് മാച്ച്. പക്ഷേ ഞാൻ അഗൈൻ പറയുന്നു, വി ആർ എ ടോപ്പ് 6 ടോപ്പ് 7 ടീം. നമ്മൾ 5, 6, 7 ആ ടോപ്പ് 5 ടോപ്പ് 6 ടോപ്പ് 7 ആ ഒരു ടീമാണ്. ടോപ്പ് 4 നമ്മൾ കയറാൻ പോകുന്നില്ല. കാരണം എഗൈൻ ഇങ്ങനത്തെ മാച്ചസ് ജയിച്ചാൽ മാത്രമായിരുന്നു നമുക്ക് ടോപ്പ് 4 കിട്ടുള്ളൂ. കാരണം ഇത് ജയിക്കാനുള്ള കളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എഗൈൻ എ വെരി ഗുഡ് മാച്ച്. ഒരു നോർമൽ ഫാൻ എന്ന രീതിക്ക് ഒരു എൻ്റർടൈനിങ് മാച്ച് ആയിരുന്നു. പക്ഷേ ആസ് എ യുണൈറ്റഡ് ഫാൻ ഐ വാസ് ആക്ച്വലി ഇംപ്രസ്ഡ് ദ വേ വി പ്ലേഡ് എന്ന് ഞാൻ പറയും. നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഐ തിങ്ക് കൂടുതലും നെഗറ്റീവ്സിനെക്കാളും കൂടുതൽ പോസിറ്റീവ്സ് ആണ് ഞാൻ ഈ മാച്ചിൽ കണ്ടത്. ബിക്കോസ് മേ ബി ഞാൻ ഈ ഗെയിം ഇങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്ത ഗെയിം ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നി, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ വി വർ ലൈക്ക് ലാക്കിംഗ് ദറ്റ് കട്ടിംഗ് എഡ്ജ് ക്വാളിറ്റി. അത് മേ ബി ബ്രൂണോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇനി നമ്മൾ നോക്കി കാണേണ്ടത് ഇതാണ്: ബ്രൂണോ ഇല്ല, ഡിലിറ്റ് ആൻഡ് മെഗ്വറി ഇല്ല, അമാദ് ഇല്ല, എംബൂമോ ഇല്ല, മസ്രാവി ഇല്ല, കോവി ഇല്ല. ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് നെക്സ്റ്റ് ഒരു 3-4 ഗെയിംസ് കളിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കി കാണുന്നത്. ഇറ്റ് വിൽ ബി റിയലി റിയലി ടഫ്. പിന്നെ ഷൗട്ട് ഔട്ട് ടു ഫ്ലെച്ചർ ആൻഡ് ഷിയ ലേസി, 2 യങ് പ്ലെയേഴ്സ്, അക്കാഡമിയിൽ നിന്ന് വന്ന 2 പ്രോമിസിങ് പ്ലെയേഴ്സാണ്. ഹൈപ്പ് ചെയ്യേണ്ട, പക്ഷേ പ്രോമിസിങ് പ്ലെയേഴ്സാണ്. നമ്മൾക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അടുത്തൊരു 3-4 ഗെയിംസിൽ അവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇവർ മാത്രമല്ല, ഇനിയും കുറച്ച് യങ് പ്ലേയേഴ്സ് വരാനുണ്ട്. മെൻറ്റാറ്റോ, ജെ ഗബ്രിയൽ, ഇങ്ങനത്തെ പ്ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ആരാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വരാൻ പോകുന്ന കുറച്ച് നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ആരാണ് കുറച്ചും കൂടിയും എന്നെ ഇംപ്രസ് ചെയ്ത കുറച്ച് നെക്സ്റ്റ് സെറ്റ് ഓഫ് യങ് പ്ലേയേഴ്സ് നമ്മുടെ അക്കാഡമിയിൽ നിന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ മാച്ച് റിയാക്ഷൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. ഇതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ. എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്ത മാച്ച് റിയാക്ഷൻ ആണ്. ഐ ഫൈൻഡ് മോർ പോസിറ്റീവ്സ് ദാൻ നെഗറ്റീവ്സ്. സോ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.